അരൂരിലാണ് പാട്ടും പാടി ജയിച്ച അരൂരിലെ MLA ദലീമ. ഇങ്ങനെയാണല്ലേ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായി വന്നത് നമ്മുടെ 67.8 മധുരമുള്ളതാണ് ദലീമ. 77 മോശമല്ലാത്ത റാങ്ക്. ഇത്തവണയും ദലീമ തന്നെ മത്സരിക്കും. അവിടെയുള്ള സമുദായ സമവാക്യങ്ങൾ ചില മണ്ഡലങ്ങളിലൊക്കെ ചില കൺഫ്യൂഷൻസ് ഉണ്ടായപ്പോഴും അരൂരുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ദലീമ പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ, വീണ്ടും നിർത്തുന്ന സീറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. ദലീമയുടെ പെർഫോമൻസിനോടൊപ്പം തന്നെ സമുദായ സമവാക്യങ്ങൾ ഒരിക്കൽ കൂടി 77ാം റാങ്ക്. പൊന്നാനിയിലേക്ക് പോയാലോ? പൊന്നാനിയിലേക്കാണ്. പൊന്നാനിയിൽ CPM-ന്റെ പി നന്ദകുമാർ. അതായത് കഴിഞ്ഞ തവണത്തെ സ്പീക്കറിന് ശേഷം ശ്രീരാമകൃഷ്ണന് ശേഷം പൊന്നാനി മണ്ഡലത്തിലേക്ക് വന്നതാണ് പി നന്ദകുമാർ. 79ാം റാങ്കാണ്. 79ാം റാങ്ക് മോശമല്ലാത്ത 67.3. പക്ഷേ ഇക്കുറി മത്സരം ഇത്തരം വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM-നകത്ത് വിവാദങ്ങൾ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അതെ ഭൂരിപക്ഷം 17,043 ഉണ്ടായിരുന്നു പൊന്നാനി. ഇക്കുറിയും പൊന്നാനിയിൽ പി നന്ദകുമാർ മത്സരിക്കാൻ ഇറങ്ങുമ്പോ ഈ റാങ്ക് തുണയാണ്. ഗുഡ്. അടുത്തത് കടുത്തുരുത്തി കേരള കോൺഗ്രസ്. മണ്ഡലം. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ജോസഫ് വിഭാഗമാണ്. മറ്റൊരു കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് പറയും. പക്ഷെ മാർക്ക് 37.7 കടുത്തുരുത്തിയിൽ നിന്ന് ഇതുള്ളതാണ്. വീണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന് 109ാം റാങ്കും. ഇതും ഈ പറഞ്ഞ പോലെ ഉറച്ച മണ്ഡലമായതുകൊണ്ട് ആളുകൾ വോട്ട് ചെയ്യാത്തതാണ്. പിന്നെ കേരള കോൺഗ്രസിന്റെ ഒരു സൈബർ സംവിധാനം വളരെ കേരള കോൺഗ്രസ് ജോസഫിന്റെ സൈബർ സംവിധാനം ഈവൻ കേരള കോൺഗ്രസ് മാണി സൈബർ സംവിധാനത്തെക്കാൾ മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വോട്ട് ചെയ്യാൻ പോകണം. സർവേ കേരള കോൺഗ്രസ് മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അതെ പെർഫോമൻസ്. പക്ഷെ അവിടെ വന്നിരിക്കുന്നവർ മോശമാണ്. അത്ര മികച്ച പെർഫോമൻസ് രേഖപ്പെടുത്തിയിട്ടില്ല. ആരാണ് ശരിക്കും അതെ അത്ര ഭൂരിപക്ഷമേ ഉള്ളൂ. 4256 വോട്ടിന്റെ ഭൂരിപക്ഷം വളരെ ടൈറ്റാണ് ഇത്തവണ. കടുത്തുരുത്തി ടൈറ്റാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ആണ് അവിടെ മത്സരിക്കുന്നത്. മാണിയും കേരള കോൺഗ്രസ് അല്ലേ മത്സരിക്കുന്നത് കടുത്തുരുത്തി. മാണി വേഴ്സസ് ജോസഫ് നിൽക്കുന്ന മണ്ഡലമാണ്.